കലോത്സവത്തിനിടെ നാടൻപാട്ട് വേദിയിൽ തർക്കം. മത്സരം വൈകുകയാണ്. വേദിയെ ചൊല്ലിയാണ് പരിശീലകർ പ്രതിഷേധിക്കുന്നത്. പരിശീലകരെ പോലീസ് എത്തി പുറത്തേക്ക് മാറ്റുകയാണ്. അഭിരാമി മോഹൻ വിവരങ്ങൾ നൽകുന്ന. അഭിരാമി, എന്താണ് വേദിയുടെ പ്രശ്നം? ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സരം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ വേദിക്ക് എന്താണ് കുഴപ്പം? വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല എന്നാരോപിച്ചാണ് ഈ പരിശീലകർ പ്രതിഷേധമുണ്ടാക്കിയത്. ആദ്യം മത്സരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആ സമയം പോലീസ് എത്തി ഇവരെ അനുനയിപ്പിച്ച് പുറത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ആദ്യത്തെ മത്സരം ആരംഭിച്ചു. ആദ്യത്തെ നാടൻപാട്ട് മത്സരം കഴിഞ്ഞുടനാണ് അധ്യാപകർ ഇവിടെ പ്രതിഷേധിച്ചത്. വേദിയുടെ കാണികൾ ഇരിക്കുന്നിടത്തായിരുന്നു അധ്യാപകരുടെ പ്രതിഷേധം. പാട്ടുപാടി അധ്യാപകർ പ്രതിഷേധിച്ചു. ജഡ്ജസിന് മാത്രമേ ഈ വിദ്യാർത്ഥികളുടെ പാട്ട് കേൾക്കാൻ കഴിയുന്നുള്ളൂ. വേദിയിലിരിക്കുന്നവർക്ക് ഈ പാട്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലൊരു ജനകീയമായ നാടൻപാട്ട് പോലെ ജനകീയമായൊരു കലയെ ഇത്തരത്തിലൊരു ചെറിയ വേദി നൽകി അപമാനിച്ചു എന്ന് ആരോപിച്ചായിരുന്നു അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് മത്സരം അല്പം വൈകിയാണ് ആരംഭിച്ചത്. ഇപ്പോഴും മത്സരം തുടരുകയാണ്. ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോഴായിരുന്നു അധ്യാപകരുടെ പ്രതിഷേധം. അതിനുശേഷം ഇപ്പോൾ അധ്യാപകർ പ്രതിഷേധിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർ പാട്ടുപാടി പ്രതിഷേധിക്കുമെന്നായിരുന്നു നേരത്തെ നമ്മളെ അറിയിച്ചത്. അത് വേദിക്ക് പുറത്ത് പ്രതിഷേധിക്കുമെന്നായിരുന്നു. അടുത്ത ടീം മത്സരിക്കാൻ കയറുമോ, അതോ ഈ വേദി നന്നാക്കാതെ അല്ലെങ്കിൽ വേണ്ട ശബ്ദ സംവിധാനമില്ലാതെ മത്സരിക്കില്ല എന്ന നിലപാടിലാണോ കുട്ടികളും? അടുത്ത ടീം മത്സരിക്കാൻ വേദിയിൽ അവർ തയ്യാറാകുന്നുണ്ട്. അവർ വേദിയിൽ തയ്യാറാകുന്നുണ്ട്. നമുക്ക് ഈ പരിശീലകനോട് എന്താ സാറേ വളരെ ദയനീയമാണ്. ഇപ്പം മത്സരം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പാട്ടും വ്യക്തമല്ല, കൊട്ടും വ്യക്തമല്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളോട് ഇവിടുത്തെ അധ്യാപകരാണ് പറയുന്നത്, മത്സരത്തിന് വന്ന കുട്ടികളാണ് പറയുന്നത്, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ജഡ്ജിന് പോലും ഒന്നും കേൾക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞു, നാട്ടുകാരെ കൂട്ടം ആവശ്യപ്പെട്ടതാണ്, രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ എന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടതാ സൗണ്ട് സിസ്റ്റം മാറ്റണം, വ്യക്തമായിട്ടുള്ള സൗണ്ട്. ഇപ്പം ഇതിന് ആ ഇരിക്കുന്ന ബോക്സ് പറവറപ്പാണ്, ഒന്നും കേൾക്കുന്നില്ല, പാട്ട് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ വ്യക്തമാകുന്നതാണ് ഇവിടെ നിന്ന് പാട്ടും കൊട്ടും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയാ ഒരു സബ് ജില്ലാ കലോത്സവത്തിന്റെ പോലും പ്രൗഢി ഇല്ലാതെ, ആ ഒരു സൗകര്യം പോലും ഇല്ലാതാണ് ഈ മത്സരം നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്തോ അധികൃതര് ഒന്നിനും തയ്യാറാകുന്നില്ല. അവർ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നവരെ മാറ്റിയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു, ഫസ്റ്റ് പാട്ട് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു വ്യക്തമാകുന്നില്ലെന്ന് പറഞ്ഞിട്ടും അധികൃതരത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. അവര് ഈ ഇത്രയും പേരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടത്തുന്നത്. ഈ മത്സരാർത്ഥികളെയും രക്ഷകർത്താക്കളെയും എനിക്ക് തോന്നുന്നു ഈ കലാകാര സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മത്സരമാണ് സംഘാടകർ നടത്തുന്നത്. ഒരു പരിഹാരവും അവർ കാണുന്നില്ല. അവര് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത മത്സരം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിനിടയിലും പരിശീലകരുടെ പ്രതിഷേധത്തിനിടയിലും വേദിയിൽ നാടൻപാട്ട് മത്സരം പുരോഗമിക്കുകയാണ്. കുട്ടികളും വലിയ പ്രതിസന്ധിയിലായി, കാരണം അവർക്ക് മത്സരത്തിന് കയറാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ശബ്ദ സംവിധാനം, പ്രത്യേകിച്ച് നാടൻപാട്ട് പോലെ ഉള്ള ഇനങ്ങൾക്ക് ശബ്ദ സംവിധാനം മികച്ചതല്ലെങ്കിൽ അത് അവരുടെ മത്സരഫലത്തെ തന്നെ ബാധിക്കുന്നതാണ്.